നമുക്ക് ലഭിക്കുന്ന ജെം സ്റ്റോൺസ് ഒക്കെ മെയിൻലി വരുന്നത് ഭൂമിയുടെ അടിയിൽ നിന്നാണ്. ഒന്നുകിൽ മണ്ണിനുള്ളിൽ അല്ലെങ്കിൽ പാറയുടെ ഒക്കെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ ജെം സ്റ്റോൺ കളക്ട് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരം സ്റ്റോണിനെ കുറിച്ചാണ്. കോറൽ അല്ലെങ്കിൽ പവിഴം എന്ന് പറയുന്ന സ്റ്റോൺ ആണ്. റെഡ് കളറില്, അതേപോലെ തന്നെ വൈറ്റ് കളറില്, പിന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ഇങ്ങനെയൊക്കെയാണ് കോറലിന്റെ കളേഴ്സ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വളരെ റെയർലി ബ്ലാക്ക് കളറിലൊക്കെ കോറൽ വരുന്നുണ്ട്. ഇതൊരു ഓർഗാനിക് ജെം സ്റ്റോൺ ആണ്. കാരണം കോറൽ പോളിപ്പ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രവർത്തനം വഴിയാണ് കോറലിന്റെ പ്രൊഡക്ഷൻ വരുന്നത്. നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കോറൽ റീഫ് അല്ലെങ്കിൽ പവിഴപ്പുറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച്. അത് കടലിന്റെ അടിയിൽ കാണപ്പെടുന്ന മരം പോലെ, അതായത് ഒരു കൂട്ടം കാട് പോലെയൊക്കെ കാണുന്ന ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയാണ് കോറൽ റീഫ് അല്ലെങ്കിൽ പവിഴപ്പുറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോറൽ പോളിപ്പ്, ആ മൈക്രോ ഓർഗാനിസംസ് വളരെ കൂട്ടമായിട്ട് കോളനി പോലെ ജീവിച്ചു വരുന്ന ഒരു ഓർഗാനിസം ആണ്. ഇത് ചില സമയങ്ങളിൽ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് സെക്രേറ്റ് ചെയ്യുന്നു. ഇത് കാലക്രമേണ അടിഞ്ഞുകൂടിയാണ് ഈ ഒരു കോറൽ റീഫ് ഉണ്ടായി വരുന്നത് അല്ലെങ്കിൽ പവിഴം ഉണ്ടായി വരുന്നത്. ഇപ്പോൾ കൊറാലിയം റുബ്രം, കൊറാലിയം ജാപ്പോനിക്ക എന്നൊക്കെ പറയുന്ന സ്പീഷീസുകൾ വഴിയാണ് ഇതിന്റെ ഒരു നാച്ചുറൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഇത് നമുക്ക് ലഭിക്കുന്നത് ഇറ്റലി, ജപ്പാൻ, ഓസ്ട്രേലിയ, തായ്വാൻ, ഇന്ത്യൻ ഓഷ്യനിലെ പല ഭാഗങ്ങളോ, ലക്ഷദ്വീപ്, അണ്ടമാൻ നിക്കോബാർ ഐലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് അതിന്റെ ഒക്കറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ കോറൽ റീഫിന് ധാരാളം പാരിസ്ഥിതികമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ട്. ഈ കോറൽ റീഫില്, ഈ കാട് പോലുള്ള സ്ഥലത്ത് ധാരാളം ഓർഗാനിസംസ്, ഫിഷസ് ഒക്കെ ജീവിച്ചു വരുന്നു. അതേപോലെ തന്നെ തിരയുടെ ഒക്കെ ആ ഒരു ശക്തി കരയിലേക്ക് വരുന്നതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഇതൊരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോറൽ റീഫിന്റെ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ഇതിന്റെ കളക്ഷൻ, റീഫിങ്, കട്ടിങ്, ഇതൊക്കെ ഇന്ന് വളരെ നിയന്ത്രിച്ചിട്ടാണ് ചെയ്യുന്നത്. ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ കോറൽ വളരെ ഹാർഡ്നെസ് കുറഞ്ഞ കാൽഷ്യം കാർബണേറ്റ് ആയതുകൊണ്ട് 3.5 മാത്രം മോസ്കെയിൽ ഹാർഡ്നെസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ജെം സ്റ്റോൺ ആണ് കോറൽ. അതുകൊണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുള്ളി ഇത് യൂസ് ചെയ്യണം. എന്തെങ്കിലും ആസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അതേപോലെ തന്നെ എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഇതിന്റെ മേലായി കഴിഞ്ഞാൽ അതിന് ഡാമേജസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി യൂസ് ചെയ്യുന്ന സമയത്ത് കോറൽ വളരെ കെയർഫുള്ളി മാത്രം യൂസ് ചെയ്യുക. അപ്പൊ ഇത്ര മാത്രമാണ് കോറലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബൈ.